ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, അതായത് ആ സപ്ലൈ ചെയ്ത ആ ഒരു സമയം ഉണ്ടല്ലോ, അതായത് ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ ഇത് രണ്ടും സപ്ലൈ ചെയ്ത ആ ഒരു സമയം, അതാണ് ഈ ടൈം ഓഫ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ടൈം ഓഫ് സപ്ലൈ അറിയേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻസ് വെൻ ദി ലയബിലിറ്റി ടു പേ ടാക്സ് വുഡ് അറൈസ്. അതായത് ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടായി ചെയ്യുന്നത്? വെൻ ദി ലയബിലിറ്റി ടു പേ ടാക്സ് വുഡ് അറൈസ്. അതായത് ടാക്സ് പേ ചെയ്യാന്നുള്ള ഒരു ലയബിലിറ്റി ഉണ്ടല്ലോ, അതൊരു ലയബിലിറ്റി അല്ലേ, ടാക്സ് പേ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് എപ്പോഴാണ് ഉണ്ടായത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ആൻഡ് ഡിസ്ചാർജ് ടാക്സ് ലയബിലിറ്റി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദ ഡേറ്റ് വെൻ ദി ടാക്സ് ലയബിലിറ്റി അറൈസ്. അതായത് ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ്, അതായത് എത്രത്തോളാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ടാക്സ് ലയബിലിറ്റി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഡേറ്റ് വേണ്ടി ടാക്സ് ലയബിലിറ്റി, അതായത് ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അറിയേണ്ടത്. ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ആൻഡ് ഡിസ്ചാർജ് ടാക്സ് ലയബിലിറ്റി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദ ഡേറ്റ് വെൻ ദി ടാക്സ് ലയബിലിറ്റി അറൈസ്, ദ ഡേറ്റ് ഓൺ വിച്ച് ദ ചാർജിങ് ഇവൻറ്റ് ഹാസ് ഒക്കേർഡ്. ഇൻ GST ലോ ഇറ്റ് ഈസ് നോൺ ആസ് ടൈം ഓഫ് സപ്ലൈ. അതായത് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഇൻകം ടാക്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ GSTയുടെ കേസിലൊക്കെ ചിലപ്പോൾ റേറ്റുകൾ പെട്ടെന്നായിരിക്കും മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതായത് ഈ വർഷത്തെ ആയിരിക്കില്ല അടുത്ത വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതായിരിക്കില്ല ഇപ്പോൾ ഈ വർഷം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ മാറുമ്പോൾ കാര്യങ്ങളൊക്കെ മാറുമല്ലോ, അതുപോലെ. അപ്പോൾ ആ ഒരു സമയം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്തിനനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, നമ്മുടെ ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ വർഷം ആണ് നമ്മൾ ആ സപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വർഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ അതിന് എന്തടക്കേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടാക്സ് അടയ്ക്കുമ്പോൾ അതിൻ്റെ ടാക്സ് റേറ്റ് ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ വർഷം കൂടുതൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കുറവായിരിക്കാം ഈ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തറിഞ്ഞിരിക്കേണ്ടത്, ആ ഒരു സമയം. അതാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻസ് വെൻ ദി ലയബിലിറ്റി ടു പേ ടാക്സ് വുഡ് അറൈസ്. In order to calculate and discharge tax liability, it is important to know the date when the tax liability arises, the date on which the charging event has occurred. In GST law, it is known as time of supply. Okay, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടൈം ഓഫ് സപ്ലൈയുടെ കേസിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ ഫോർവേഡ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ഈ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അണ്ടർ ഫോർവേഡ് ചേഞ്ചസിന് തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സും ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൽ ആദ്യം ഗുഡ്സിൻ്റെ പറയും, അത് കഴിഞ്ഞിട്ട് സർവീസ് പറയും. ഓക്കെ, അപ്പോൾ ഗുഡ്സിൻ്റെ കേസിൽ ഇനി പറയുന്ന മൂന്നെണ്ണത്തിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതിനായിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ടൈം ഓഫ് സപ്ലൈ ആയിട്ട്, അതായത് ആ ഒരു സപ്ലൈ നടന്ന ടൈമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഇൻവോയ്സ് ഷുഡ് ഹാവ് ബീൻ ഇഷ്യൂഡ്, അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, മൂന്നാമത് പറയുന്നതാണ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർ പേയ്മെൻറ്റ്, അതായത് അഡ്വാൻസോ അല്ലെങ്കിൽ റെസിപ്റ്റ് നമുക്ക് കിട്ടിയുള്ള ആ ഒരു ഡേറ്റ്, ഇതിലേതാണോ ആദ്യം സംഭവിച്ചിട്ടുള്ളത് ആ ഒരു ഡേറ്റിനെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ആ ഒരു സപ്ലൈ ഓഫ് ടൈം ഓഫ് ഗുഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് ഒരു എക്സാമ്പിളാണ് മിസ്റ്റർ റസൽ സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ അനൂപ് വിത്ത് ₹2 lakh. The invoice was issued on 15th January. The payment was received on 31st January. The goods were supplied on 20th January. അതായത് റസൽ അനൂപിന് 2 ലക്ഷം രൂപയ്ക്ക് സ്വർണം വിറ്റു. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ജനുവരി 15-നാണ്. പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് 31st ജനുവരിയാണ്. ഗുഡ്സ് സപ്ലൈ, അതായത് ആ ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുള്ളത് 20th ജനുവരിയിലാണ്. അപ്പോൾ ഇതിലേതാണോ ആദ്യം സംഭവിച്ചിട്ടുള്ളത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു 15-ാം തീയതി, അതാണ് എന്ത് പറയുന്നത്, ദ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത്. ഓക്കെ,
മനസ്സിലായില്ലേ? ടൈം ഓഫ് സപ്ലൈ ഓഫ് ഫോർ ഗുഡ്സ്, അതായത് ഫോർവേഡ് ചേഞ്ചസിൻ്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഇൻവോയ്സ് വുഡ് ഹാവ് ബീൻ ഇഷ്യൂഡ്, ഡേറ്റ് ഫോർ റിസിപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർ പേയ്മെൻറ്റ്, ഇതിലേതാണോ ആദ്യം സംഭവിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് ഏർലിയസ്റ്റ്, അങ്ങനെയാണ് കേട്ടോ. ഇൻ ഷോർട്ട് ദ ടൈം ഓഫ് സപ്ലൈസ് ഏർലിയസ്റ്റ്, മുൻപ് നടന്നത് ഏതാണോ, ആദ്യം ഏതാണോ നടന്നത് അത്. ഓക്കെ, ഇനി ആദ്യത്തെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇത് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. നമ്മൾ ഇവിടെ പറഞ്ഞത്, അതായത് ഫോർവേഡ് ചേഞ്ചസിൻ്റെ കേസിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ്. ഇനി രണ്ടാമത് പറയുന്നതാണ് ഇത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസിൻ്റെ കേസിൽ. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ മൂന്നെണ്ണമാണ് പറയുന്നത്. ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ ആദ്യം നടന്നിട്ടുള്ളത്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസിപ്റ്റ്സ് ഓഫ് അഡ്വാൻസ് ഓർ പേയ്മെൻറ്റ്, പിന്നെ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്, ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത ഡേറ്റ്, ഇതിലേതാണോ ആദ്യം സംഭവിച്ചിട്ടുള്ളത് അതായിരിക്കും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, ആ ഒരു സർവീസ് സപ്ലൈ ചെയ്ത ടൈമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ മറ്റേതിൻ്റെ എക്സാമ്പിൾ പോലെ തന്നെ സെയിം ആണ് കേട്ടോ. ഓക്കെ, ഇനി മെയിനായിട്ടുള്ള രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ റിവേഴ്സ് ചേഞ്ച്. ഓക്കെ, ഈ റിവേഴ്സ് ചേഞ്ച് എന്താണെന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. നമ്മൾ ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ടില്ല, അതായത് ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള ചാപ്റ്റർ. അപ്പോൾ അതായത് ഈ റിവേഴ്സ് ചാർജ് എന്താണെന്നുള്ളത് ഞാനൊരു ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു പേന വാങ്ങിക്കുകയാണ്, നമ്മളൊരു പേന, ഒരു 10 രൂപയുടെ പേന വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേനയുടെ മൊത്തം പ്രൈസ് വരുന്നത് 10 രൂപയാണ്. അപ്പോൾ ഈ 10 രൂപയുടെ ആ പേനയുടെ വിലയിൽ, ആ 10 രൂപയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ കൊടുക്കുന്ന GST ഉണ്ടായിരിക്കും, ആ പേനയുടെ വില ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന GST നമ്മൾ, അതായത് അതായത് ഇപ്പോൾ ഞാനൊരു പേന വാങ്ങിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ GSTയും പേ ചെയ്യുന്നുണ്ട്. ആ GSTയുടെ എമൗണ്ട് ഞാൻ റീറ്റെയിലർക്ക് കൊടുത്ത്, റീറ്റെയിലർ അത് ചിലപ്പോൾ ഹോൾസെയിലർക്ക് കൊടുക്കാതിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റീറ്റെയിലർ ഡയറക്റ്റായിട്ട് GST പേയ്മെൻറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, നമ്മളത് പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് റീറ്റെയിലർ കൊടുക്കുമായിരിക്കും. പക്ഷേ ഈ റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് അവിടെ എന്ത് അടയ്ക്കേണ്ടത്, GST പേ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരു റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി. GST എമൗണ്ട് നമ്മളാണ് എന്ത് കൊടുക്കേണ്ടത്, GST പേ ചെയ്യേണ്ടത്. അതിനൊരു സ്പെസിഫൈഡ് കേസൊക്കെ ഉണ്ട്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. നമുക്ക് കുറച്ച് വീഡിയോ, അതായത് വേറെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള ചാപ്റ്റർ ഒന്നും മനസ്സിലാവില്ല, അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ട്, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അതാണ് റിവേഴ്സ് ചാർജ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ എങ്ങനെയാണ് സപ്ലൈ ടൈം, അതായത് ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ്. അത് ഗുഡ്സിൻ്റെ ആണെങ്കിലും സർവീസിൻ്റെ ആണെങ്കിലും ഏറെക്കുറെ സെയിം ഒക്കെ തന്നെയാണ്. അതിൽ ഫസ്റ്റത്തെയാണ് ദ ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് ഓഫ് ഗുഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതാണോ ആദ്യം നടന്നതിൽ, അതിൽ ആദ്യത്തെ 4 നോക്കിയാൽ ഡേറ്റ് ഓഫ് റിസിപ്റ്റ്സ് ഓഫ് ഗുഡ്സ് നമുക്ക് കിട്ടിയ ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്, അതായത് പേയ്മെൻറ്റ് കൊടുത്ത ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസിപ്റ്റ്സ് ഓഫ് ഇൻവോയ്സ് കിട്ടിയ ഡേറ്റ്, പിന്നെ ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ബുക്സ്, അത് ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ആ ഡേറ്റ് ഉണ്ടല്ലോ, ഇതിലേതാണോ ആദ്യം സംഭവിച്ചത് അതായിരിക്കും ഗുഡ്സിൻ്റെ കേസിൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക, റിവേഴ്സ് ചാർജിൽ. ഓക്കെ, ഇനി അതല്ല, ഇനി സപ്ലൈ ഓഫ് സർവീസിൻ്റെ കേസാണെങ്കിൽ ഈ പറഞ്ഞ 4 ഏതൊക്കെയാണ്, ഡേറ്റ് ഓഫ് റിസിപ്റ്റ്സ് ഓഫ് സർവീസ്, ആ സർവീസ് നമുക്ക് കിട്ടിയ ദിവസം, അല്ലെങ്കിൽ ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്, അതായത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസിപ്റ്റ്സ് ഓഫ് ഇൻവോയ്സ് കിട്ടിയ ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, നമ്മൾ റെക്കോർഡ് ചെയ്ത ഡേറ്റ്, ഇതിലേതാണോ ആദ്യം സംഭവിച്ചത് ഇതായിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക, നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ഏതിൽ, റിവേഴ്സ് ചാർജിൽ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഈ ഒരു ഇതിപ്പോൾ നമ്മൾ അതായത് ഒരു essay ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ 4 പോയിന്റ് എഴുതണം. അതെല്ലാം ഇനിയിപ്പോൾ പ്രോബ്ലമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നോക്കാം. ഇൻ ഷോർട്ട് ദ റിവേഴ്സ് ചാർജ് ദ ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസ് റിസീവ് ഈസ് ഏർലിയസ്റ്റ്, അതായത് ഒരു സർവീസിൻ്റെ സപ്ലൈ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് കൊടുത്ത ഡേറ്റും, അതുപോലെ തന്നെ 30 days ഫ്രം ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഫോർ ഗുഡ്സ്, അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് അതിനോട് 30 ദിവസം കൂട്ടുക, എന്നിട്ട് വരുന്ന ഡേറ്റ് ഉണ്ടല്ലോ, 30 ദിവസം വരുന്ന ഗുഡ്സിൻ്റെ കേസിലാണ് 60 ദിവസമാണ് സർവീസ്. ഓക്കെ, 60 ദിവസം ആഡ് ചെയ്യുക, അപ്പോൾ ഒരു ഡേറ്റ് കിട്ടുമല്ലോ. ഇതിലേതാണോ ആദ്യം സംഭവിച്ചത്
അതായിരിക്കും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും, ആ ഒരു ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മിസ്സിസ് ആൽഫ പ്രൈവറ്റ് ലിമിറ്റഡ് അണ്ടർടൂക്ക് സർവീസ് ഓഫ് എ ഡയറക്ടർ മിസ്റ്റർ ഡി വർത്ത് ₹50,000 ഓൺ 15th January. The invoice was raised on 1st February. Mrs. Alpha Private Limited made the payment on മെയ് 1st അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് മെയ് 1st പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ എന്ത് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇൻവോയ്സ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് February 1st. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു സർവീസാണ് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ February 1st ഒരു 60 ദിവസം നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ February 1st ആകുമ്പോൾ പിന്നെ 27 ദിവസമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ നോക്കാം കേട്ടോ. 27 days, പിന്നെ മാർച്ചിൽ 31. അപ്പോൾ നമുക്ക് ടോട്ടൽ 58 ദിവസമേ ആവുന്നുള്ളൂ. പിന്നെ 2 ദിവസം കൂടെ വേണം, എന്നാലേ 60 ആവത്തുള്ളൂ. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ഏപ്രിൽ. ഓക്കെ, February 27, മാർച്ച് അത് കഴിഞ്ഞ് April 2. അപ്പോൾ April 2 ഇവിടെ എന്തെന്ന് പറയുന്നത്, ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ടൈം ഓഫ് സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഇത് പ്രോബ്ലം വരാൻ സാധ്യതയില്ല, പക്ഷേ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, ഈ തിയറി പോർഷൻസ് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സപ്ലൈ ഓഫ് വൗച്ചേഴ്സ്. ഈ വൗച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആണ്, അതായത് ഒരു പ്രൂഫാണ്, അത് സപ്ലൈ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു പ്രൂഫ്. അപ്പോൾ അത്തരത്തിലുള്ള വൗച്ചേഴ്സ് നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളതാണ്. ഓക്കെ, എന്താ, എ വൗച്ചർ ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ ദി GST Act ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വേർ ദർ ഈസ് ആൻ ഒബ്ലിഗേഷൻ ടു accept it is an consideration or part of consideration for a supply of goods or services or both. അല്ലെങ്കിൽ വൗച്ചേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ ഇൻ ദി ഇന്ത്യൻ എക്കോണമി. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള വൗച്ചേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റത്തെയാണ് ഇത് സിംഗിൾ വൗച്ചറും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ പർപ്പസ് വൗച്ചറും ഉണ്ട്. എ ഷോപ്കീപ്പർ മേ ഇഷ്യൂ വൗച്ചേഴ്സ് ഫോർ എ സ്പെസിഫിക് supply which is identifiable at the time of issuance of voucher. In trade parlance, these are known as single purpose vouchers. അതായത് നമ്മൾക്കിപ്പോൾ ഒരു ഷോപ്പ് കീപ്പർ ഒരു സിംഗിൾ പർപ്പസ് ഒരു വൗച്ചർ, അതായത് ഒരു സിംഗിൾ പർപ്പസ് വൗച്ചർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറെ സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് മാത്രം, അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രഷർ കുക്കറിൻ്റെ വൗച്ചറാണ് അയാൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കുക്കർ മാത്രം വാങ്ങിക്കാൻ കഴിയത്തുള്ളൂ, അല്ല TV ആണെന്നുണ്ടെങ്കിൽ TV മാത്രം വാങ്ങിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് എന്ത് പറയുന്നത്, സിംഗിൾ പർപ്പസ് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു സ്പെസിഫിക് സപ്ലൈ മാത്രമാണ് അത്തരത്തിലുള്ള സിംഗിൾ പർപ്പസ് വൗച്ചർ കൊണ്ട് നടക്കുന്നത്. ഓക്കെ, അതെല്ലാം ഇനി ജനറൽ പർപ്പസ് വൗച്ചറാണ് അയാൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈക്ക് ദാറ്റ് വൗച്ചർ ക്യാൻ ബി ജനറൽ പർപ്പസ് വൗച്ചർ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മൾട്ടി പർപ്പസ്. അതായത് അങ്ങനെ അതായത് അയാളൊരു ജനറൽ പർപ്പസ് വൗച്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. അതായത് നമുക്ക് വേണമെങ്കിൽ TV വാങ്ങിക്കാം, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം, അല്ലെങ്കിൽ അത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. അതാണ് എന്ത് പറയുന്നത്, ജനറൽ പർപ്പസ് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈം ഓഫ് സപ്ലൈ ഈസ് ഡിഫറെൻറ്റ് ഇൻ കേസ് ഓഫ് സിംഗിൾ പർപ്പസ് വൗച്ചർ ആൻഡ് ദ കേസ് ഓഫ് ജനറൽ പർപ്പസ് വൗച്ചർ. ഇപ്പോൾ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ജനറൽ പർപ്പസിൻ്റെയും ടൈം ഓഫ് സപ്ലൈൻ്റെയും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സിംഗിൾ പർപ്പസിൻ്റെയും ജനറൽ പർപ്പസിൻ്റെയും. അപ്പോൾ സിംഗിൾ പർപ്പസ് വൗച്ചറിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സിംഗിൾ പർപ്പസ് വൗച്ചർ കേസ് വേർ സപ്ലൈ ഈസ് ഐഡൻറ്റിഫയബിൾ അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂവൻസ് ഓഫ് വൗച്ചർ ഈസ് ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ. ആ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന ആ ഡേറ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ആ ഒരു സപ്ലൈ ടൈമായിട്ട് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ആ ഒരു വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, അതാണ് സിംഗിൾ പർപ്പസ് വൗച്ചറിൻ്റെ കേസിൽ. അതെല്ലാം ഇനി ജനറൽ പർപ്പസ് ആണ് വൗച്ചർ എന്നുണ്ടെങ്കിൽ ഇൻ ഓൾ അതർ കേസസ് ഓഫ് സപ്ലൈ, അതായത് ഈ സിംഗിൾ പർപ്പസ് അല്ലാത്ത മറ്റുള്ള വൗച്ചേഴ്സിൻ്റെ ഒക്കെ കേസിൽ ദ ടൈം ഓഫ് സപ്ലൈ ഈസ് ദി ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ. അതായത് റിഡീം ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ അവിടെ പോയിട്ട് അതായത് ഒരു വൗച്ചർ, അതായത് ഒരു ജനറൽ പർപ്പസ് വൗച്ചർ നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് വാങ്ങിക്കുകയാണ്, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കർ, ലൈക്ക് എന്തോ ഒരു സാധനം അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ റിഡംഷൻ, ആ റിഡീം ചെയ്യുന്ന ആ ഒരു ഡേറ്റ്, അതായിരിക്കും നമ്മൾ സപ്ലൈ ഓഫ്
ടൈമായിട്ട് അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വൗച്ചറിൻ്റെ കേസിൽ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് സിംഗിൾ പർപ്പസ് വൗച്ചറും പിന്നെ ഒന്ന് ജനറൽ പർപ്പസ് വൗച്ചറും. ഓക്കെ, പിന്നെ നാലാമത് പറയുന്നതാണ് ഇത് റെസിജ്വറി ക്ലോസ്. അതായത് റെസിജ്വറി ക്ലോസ്, അതായത് ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഒന്നും പെടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഈ റെസിജ്വറി ക്ലോസിൽ പറയുന്നത്. ഇൻ ഷോർട്ട്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എസ്റ്റാബ്ലിഷ് ദി ടൈം ഓഫ് സപ്ലൈ ആസ് ഡിസ്കസ്ഡ് എബവ്, ദെൻ ടൈം ഓഫ് സപ്ലൈ വിൽ ബി ഡേറ്റ് ഓഫ് പീരിയോഡിക്കൽ റിട്ടേൺ ഹാസ് ടു ബി ഫിൽഡ് ആൻഡ് ഡേറ്റ് ഓൺ വിച്ച് SGST CGST ഈസ് പെയ്ഡ്. ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സപ്ലൈ ഓഫ് ടൈമുമായിട്ട് അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വെക്കുക. essay ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.